അനുഗ്രഹമുള്ളവനെ കളഞ്ഞേക്കല്ല്. അനുഗ്രഹം കിട്ടിയ യാക്കോബിനോട് അമ്മായിയപ്പനായ അന്നത്തെ മുതലാളിയായ ലാബാൻ പറയുവാണ്, യാക്കോബെ നീ പോവാണെ അങ്ങ് പൊക്കോ, നിന്റെ ഭാര്യയും പിള്ളേരെയും വിളിച്ചോണ്ടങ്ങ് പൊക്കോ കേട്ടോ, അടുത്ത തിങ്കളാഴ്ചത്തോടെ കണക്ക് കൂട്ടി പൊക്കോളോന്നല്ല പറഞ്ഞേ, പോകണ്ടെന്ന് പറഞ്ഞു. നീ ദയവ് ചെയ്ത് ഇവിടുന്ന് പോവല്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിൽ ഒരാൾ അങ്ങനെ നിൽക്കുന്ന, നിനക്ക് പോവാണെ പൊക്കോ, അങ്ങനെ ചാടിത്തുള്ളി പോവാന്നൊക്കെ പോട്ടെ, തുമ്മിയ പോകുന്ന മൂക്ക് പോട്ടെ എന്ന് പറയും. അപ്പൊ ലാബാൻ പറയുക, ദയവ് ചെയ്ത് യാക്കോബേ നീ പോകല്ല്. അപ്പൊ എന്നാ കാരണം? നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചത്. ആ വാക്യം ഒന്ന് എല്ലാവരും ഉറക്കെന്ന് വായിച്ചേ. നീ കാരണമാണ് കർത്താവ് സ്വർഗത്തിലെ ദൈവം എന്നെ അനുഗ്രഹിച്ചത്. ഇത് ആർക്ക് നല്ല ബോധ്യമുണ്ട്? ലാബാൻ പറയുക, ദയവ് ചെയ്ത് യാക്കോബേ നീ പോകല്ല്, നീ കാരണം ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾ കാരണം നിങ്ങളുടെ വീട് ഒരു അനുഗ്രഹമാകാൻ ഇടയാവും. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ കാരണം നിങ്ങളുടെ വീട് അനുഗ്രഹിക്കാൻ ഇടവരും. ഇങ്ങനെ ആൾക്കാർ പറയുന്നത് ഞാൻ ഇന്നും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ കാരണമാ ആ വീട് രക്ഷപ്പെട്ടെന്ന്. ഒരാൾ അനുഗ്രഹത്തോടെ നിന്നാൽ ആ അനുഗ്രഹം അവർക്കും കൂടി ഒരു അനുഗ്രഹമായിട്ട് മാറും. അനുഗ്രഹമുള്ളവനെ കളഞ്ഞേക്കല്ല്. അനുഗ്രഹമുള്ള ഒരു കാര്യം കളയരുത്. കയ്യിൽ കിടക്കുന്ന ഒരു മോതിരം ഒരു ദേഷ്യത്തിന് വേണേ എടുത്ത് ഒറ്റ ഏറെറിയാം, 5 മിനിറ്റ് കൊണ്ട് തീരും. 5 വർഷം വരുന്ന ഇത് ചിലപ്പോൾ അന്വേഷിച്ച് കിട്ടിയല്ല. നിങ്ങൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹം കളയല്ല്. ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് നിങ്ങളുടെ ചെവി തന്നെ കേൾക്കാനിടയാവും. അങ്ങനെ ഒരു ഭാഗ്യമില്ല. ഇപ്പൊ യാക്കോബ് കേൾക്കുവോ, ലാബാൻ പറയുവോ, ദയവ് ചെയ്ത് യാക്കോബെ പോവല്ല്, നീ കാരണമാ കർത്താവ് ദൈവം എന്നെ അനുഗ്രഹിച്ചത്.